അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നോക്കാൻ പോകുന്നത്. എന്താ വെച്ചാ കുറെ പേര് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, ജോലി കിട്ടാതെ കൂടുന്ന കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കാനോ ജോലി നടക്കാനൊക്കെ സമയമായോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് അല്ല, നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് നിങ്ങളുടെ പേര് നക്ഷത്രം എല്ലാം വെച്ച് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എനർജി കിട്ടും. ഇത് ഒരുപാട് പേര് കാണുന്നതുകൊണ്ട് പലരുടെയും എനർജി ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇതെന്റെ വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ കോണ്ടാക്ട് ചെയ്യാം. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ശത്രുദോഷം, എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാതെ, ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പൊ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴേ നിങ്ങളുടേതായിട്ടുള്ള എനർജി കിട്ടുള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കണം. അപ്പോൾ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഇത് മൂന്നും തരണം. അപ്പൊ നമുക്ക് വിശദമായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്തു തരാം. പിന്നെന്താ, എല്ലാവരും എൻ്റെ വീഡിയോ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ, വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ്, യൂണിവേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? 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 അവർക്ക് ജോലി കിട്ടുമോ? വിവാഹം നടക്കുന്നവർക്ക് വിവാഹം കിട്ടുമോ? ജോലി അന്വേഷിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടുമോ? ജോലി ഇല്ലാതെ കളയുന്നവർക്ക് ജോലി കിട്ടുമോ? യൂണിവേഴ്സ് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി കിട്ടുമോ? യൂണിവേഴ്സ് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി കിട്ടുമോ? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്ക് ഉയർച്ച ഉണ്ടാകുമോ? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്ക് ഉയർച്ച ഉണ്ടാകുമോ? അവർക്ക് ജോലി കിട്ടുമോ? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്ക് സമാധാനം കിട്ടുമോ? അവർക്ക് ജോലി കിട്ടുമോ? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്കൊരു ജോലി കിട്ടുമോ? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്കൊരു ജോലി കിട്ടുമോ? അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരുടെ ടൈം ചേഞ്ച് ആകുന്നു. യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്ക് ജോലി കിട്ടുമോ? ജോലി കിട്ടാതെ വിഷമിക്കുന്നവർക്ക് ജോലി കിട്ടുമോ? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്ക് ജോലി കിട്ടുമോ? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്കൊരു ജോലി കിട്ടുമോ? യൂണിവേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഓക്കെ, അപ്പൊ നമ്മളെ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം എന്താ പറയാ, എല്ലാത്തിനും തടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം തടുക്കാണ്. എല്ലാത്തിനും പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട് നിങ്ങള്.
ഇപ്പൊ നിങ്ങള് ഒരു എന്താണ് ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ അവര് മറ്റേ ആളെ, നിങ്ങളുടെ പാർട്ട്ണറെ വെറുതെ നിങ്ങൾ സംശയിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സ്വയം വെറുതെ സംശയിച്ചിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പിണക്കം, വഴക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങള് എല്ലാത്തിനും നിങ്ങളിങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പോ നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീരാൻ പോവാണ് കേട്ടോ. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തീരാൻ പോവാണെന്നാണ് ഇനിയിപ്പോ പറയുന്നത്. ഒരുപാട് സമ്മർദ്ദം, ഒരുപാട് പ്രശ്നങ്ങളായ കൂടെയാണ് നിങ്ങൾ കടന്നു പോണത്. ഒരുപാട് ഭയമുണ്ട്, ഒരുപാട് സമ്മർദ്ദം അനുഭവപ്പെടാം, വളരെ ദുഃഖത്തിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു. ഇനിയിപ്പൊ അതിൻ്റെതെല്ലാം തീർന്നു. ഇനി നിങ്ങൾക്ക് നല്ലൊരു കാലാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ ഈ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ അതിന് പരിഹാരങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇപ്പൊ ജോലി കിട്ടാതെ വിഷമിക്കുന്നവരൊക്കെയാണ്, നിങ്ങൾ അത് നോക്കി പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് തടസ്സങ്ങൾ വരാം. ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് അഭിചാരങ്ങൾ ചെയ്യാം, എന്തെങ്കിലും നമ്മൾക്ക് ദോഷമായിട്ട്. ഇപ്പൊ ഒരാളുടെ ഉയർച്ച ആരും സന്തോഷിക്കുന്നവരല്ല. മറ്റുള്ളവര് ഉയർന്നു കാണാൻ ആർക്കും സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അവരെ എന്തെങ്കിലും അങ്ങനെ ശത്രുബാധ വരെ, എന്തുകൊണ്ടാണ് അത്, അല്ലെങ്കിൽ സമയദോഷം വരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ദുരിതം അനുഭവിക്കുന്നത്, അത് നോക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം മാറി കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇപ്പോഴത്തെ നിങ്ങളുടെ അനുഭവം ഇതെല്ലാം മാറി വരും. ഈ ദുരിതങ്ങളും ഇപ്പൊ അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്ക് ഇനി പുരോഗതി വരും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു, അതിനൊക്കെ നിങ്ങൾക്ക് പരിഹാരമുണ്ട്. അത് നോക്കി ചെയ്താൽ മതി. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. അപ്പൊ ഇനി നിങ്ങൾക്ക് പുരോഗതിയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമാണ് നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ പോകണമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ സമയങ്ങളെല്ലാം ഇവര് കർമ്മ അതൊക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫില് നല്ലൊരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ വിളിക്കുന്ന ആ ഈശ്വരൻ, ഏത് ശക്തിയാണോ ആ ശക്തി നിങ്ങൾക്ക് ഒപ്പമുണ്ട്. നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒപ്പം നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനി നല്ല കാലാണ് ഇനി വരാൻ പോകുന്നത്. ഇനി ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി കിട്ടേ, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ ഭാഗ്യം വരാ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ നല്ല ഡീപ്പ് ലവ് ആണെന്നാണ് പറയുന്നത്. പരസ്പരം പ്യുവറായിട്ടുള്ള സ്നേഹം കിട്ടാ, അങ്ങനെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ആണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെന്താ, ഇപ്പോ നിങ്ങൾ നല്ല ഒരു ലീഡർഷിപ്പ് ഉള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്കുള്ളൊരു വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല വ്യക്തികളാണ് നിങ്ങൾ. ഒരു ലീഡർഷിപ്പിന്റെ അത്രയും നിങ്ങൾക്ക് കഴിവുണ്ടെന്നാണ് പറയണത്. നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ വർക്കൗട്ട് ചെയ്യിക്കാനുള്ള കഴിവൊക്കെ, നല്ല വിജയം വരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എല്ലാ കാര്യത്തിലും നല്ല കഴിവും സ്വന്തമായി അഭിപ്രായമുള്ള ആൾക്കാരാണ്. ലക്ഷ്യബോധത്തില് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ലക്ഷ്യബോധം, ആ ലക്ഷ്യബോധത്തില് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരാൾക്കാരാണെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്ക് മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് നിരാശവും ഒക്കെ അനുഭവിക്കുന്നുണ്ട് ലൈഫിൽ. ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ അപ്പൊ ആദ്യം നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയി, അങ്ങനെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ റിലേഷൻഷിപ്പ് ഉള്ളവര് അങ്ങനെ ഒരുപാട് നിരാശ, ഉപേക്ഷിക്കല്, എന്തായാലും ഇപ്പോഴത്തെ ഈ നിരാശ കുറച്ച് കഴിയുമ്പോ ഭാവിയിൽ നല്ല വളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇപ്പൊ ഒരു അകൽച്ചയാണ് പറയണത്. നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയിരിക്കുന്ന പോലെയാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ
ഇനി എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങൾ എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നാണ് പറയണത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗ്യം നിങ്ങൾക്ക് കൂടുതൽ ദീർഘകാലത്തേക്ക് ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന പറയണത്. നിങ്ങളിപ്പോ പോണത് ശരിയായ പാതയിലൂടെ തന്നെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, അതിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് നല്ല കഴിവുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കലാപരമായിട്ടൊക്കെ ഇത്തിരി കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ നല്ല ഉറച്ച വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് നല്ല വിജയമായിട്ട് പോവാൻ പറ്റും. ഇപ്പൊ ഒരു വിവാഹമൊക്കെ അന്വേഷിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ മാരേജിന് സമയമായി, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാ. ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതെല്ലാം ഇനി നിങ്ങൾക്ക് മാറി വരും കേട്ടോ. പിന്നെ നിങ്ങൾ നല്ല പ്രകൃതിനൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. നിങ്ങളിലേക്ക് ഇനി സന്തോഷവും വിജയവും എല്ലാ സക്സസും ഒക്കെ നിങ്ങൾക്ക് വരാൻ പോവാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ എത്ര ദുഃഖം ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിനുള്ളിൽ, അതൊക്കെ ഉള്ളില് വെച്ചിട്ട് പുറമേക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കും. എത്ര ദുഃഖങ്ങളുടെ അതെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് എല്ലാ വികാരങ്ങളിലും ഉള്ളിൽ ഒതുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ സങ്കടങ്ങളും മനസ്സിൽ ഒതുക്കിയിട്ട് മനസ്സ് ശാന്തമാക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോവാൻ നിങ്ങൾക്ക് കഴിയുന്ന വ്യക്തികളാണ്. നല്ല ദയയുള്ള, നല്ല അലിവുള്ള, നല്ല സ്നേഹമുള്ള, നല്ല മനസ്സുള്ള പങ്കാളിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് പറഞ്ഞാലൊക്കെ കേൾക്കുന്ന നല്ല പങ്കാളിയൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമൊക്കെ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. നല്ല രീതിയിൽ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒരാളെയും ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങളെ ഇൻഡിപെൻഡന്റ്, നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് സന്തോഷമായ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുന്ന പറയുന്നത്. സ്വന്തം പ്രയത്നം കൊണ്ട് വളരെ ആഡംബരമായിട്ടൊക്കെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഒരു സിംഗിൾ പാരന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു വുമൺ ആണെന്നൊക്കെ പറയാം. ഇത് നിങ്ങളിപ്പോ ഒരു റിലേഷൻഷിപ്പ് ഉള്ളവരാണ് കാണുന്നത് എങ്കിൽ അത് ഇത്തിരി പ്രായമായിട്ടുള്ള സമയത്തുള്ള പ്രണയമാണെന്നാണ് പറയണത്. കൊച്ചുകുട്ടികളുടെ പ്രണയമല്ല, കുറച്ച് ഏജ് ആയിട്ടുള്ള അവരുടെ പ്രണയമാണെന്നാണ് പറയണത്. ആ പ്രണയം എന്താ, നിങ്ങളുടെ അവസാനം വരേക്ക് നിങ്ങളെ ആ പ്രണയം കാത്തു സൂക്ഷിക്കുന്ന അത്രയും നല്ല സത്യസന്ധമായ പ്രണയമാണെന്നാണ് പറയുന്നത്. നല്ല സത്യസന്ധമായ ആൾക്കാരാണ് നിങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നമ്മള് കുടുംബത്തിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന എല്ലാത്തിൻ്റെയൊക്കെ ഒരു മുതിർന്ന ആളാണെന്നാണ് പറഞ്ഞത്. വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആള്, ടോപ്പായിട്ട് എല്ലാത്തിൻ്റെയൊക്കെ ടോപ്പായിരിക്കുന്ന ഒരു വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല മനസ്സാണെന്നാണ് നമുക്ക് പറയുന്നത്. പെട്ടെന്ന് കാണുമ്പോ കുറച്ച് ഗൗരവം ഉണ്ടെന്നൊക്കെ തോന്നും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങള്. ഒരു പവർഫുൾ പേഴ്സൺ ആണ്. ഇപ്പോഴത്തെ ഈ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ഡൗൺ ആയിട്ടുണ്ടായിരിക്കും. അതൊക്കെ മാറി വരും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സമയദോഷമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷങ്ങളോ, ശത്രുദോഷമോ, എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളോ കൊണ്ട് നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അതൊക്കെ മാറി നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങള് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചു പേരൊക്കെ മതപരമായ കാര്യങ്ങളൊക്കെ ആചരിക്കുന്ന വ്യക്തികള്, ഒന്നിനും അധികം പേടിയൊന്നുമില്ല, അങ്ങനെയുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത് നിങ്ങള്. പിന്നെന്താ, നിങ്ങൾക്ക്
സിക്സ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ മനസ്സിനൊക്കെ നിങ്ങൾ നല്ല ധൈര്യം വരുത്തി തുടങ്ങിയത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട്. നല്ല മനസ്സിനൊക്കെ ധൈര്യം വന്നു തുടങ്ങിയത് നിങ്ങളുടെ അധ്വാനത്തെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഫലം ലഭിക്കാൻ പോവാന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പൈസ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ജോലി ചെയ്തിട്ട് എവിടെന്നെങ്കിലും പൈസ കിട്ടാനുണ്ടോ, അതൊക്കെ തിരിച്ചു കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലിയില് പ്രൊമോഷൻ കിട്ടേ അതിനൊരു സാധ്യതയാണ്. എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത്തിരി പൈസ വരുന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പോയ ജോലിയൊക്കെ തിരിച്ചു കിട്ടും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. നല്ല നല്ല ആൾക്കാരാണ്, മറ്റുള്ളവരോടൊക്കെ നല്ല ദയയുള്ള ആൾക്കാരാണ് നിങ്ങള്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികളാണ്. അപ്പൊ ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നല്ല നിങ്ങളുടെ വ്യക്തിനെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെന്ന് പറയാം. നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന അത്രയും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന അത്ര കൊണ്ട്, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വ്യക്തികളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അത്രയും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളെ വളരെ സത്യസന്ധയും മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ നല്ല മനസ്സുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല സ്വഭാവമുള്ള വ്യക്തികളാണ് നിങ്ങൾ. നല്ല ധൈര്യശാലികളാണ്, നല്ല സ്ട്രോങ്ങും നല്ല ധൈര്യമുള്ള പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. പിന്നെ നിങ്ങള് എന്താ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളൊക്കെ എല്ലാ കഴിവും നിങ്ങൾക്കുണ്ട്. വളരെ ഊർജ്ജസ്വലയായ വ്യക്തികളാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയുന്ന വ്യക്തികളാണ് നിങ്ങളെ. പിന്നെ ലാസ്റ്റ് വന്നിരിക്കണം നമുക്ക് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് വന്നിട്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. നിങ്ങളിപ്പോ നിങ്ങളുടെ ജോലി ജോലിയിലാണെങ്കിൽ ജോലി പെട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി, അങ്ങനെ വേർപിരിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് പറയണത് കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇനി ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. നല്ലത് വരുന്നതാണ്. പഴയതൊക്കെ കഴിഞ്ഞു പോയതൊക്കെ പോട്ടെ, ഇനി നല്ലത് നല്ലത് വരും തന്നെയാണ് പറയണത് വീൽ ഓഫ് ഫോർച്യൂൺ കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ സമയമെല്ലാം ദുരിതങ്ങളൊക്കെ തീരാൻ പോവാണ്. അപ്പൊ അത് തീർന്ന് നിങ്ങൾക്ക് നല്ല സമയം വരും. പേഴ്സണൽ റീഡിങ് എടുക്കുന്നവര് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തടസ്സം കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്കെല്ലാം നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പൊ ദയവായിട്ട് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.